എല്ലാവർക്കും preethas ammus food courtലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. കലത്തപ്പത്തിന് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി ഞാൻ 3 മണിക്കൂർ വെള്ളത്തിൽ വെച്ച ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉണ്ട ശർക്കര, അര കപ്പ് ചോറ്, ഒരു തേങ്ങയുടെ പകുതി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 20 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഏലക്ക, എണ്ണ. ഇതൊക്കെയാണ് കലത്തപ്പത്തിന് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പച്ചരി മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. അര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് പച്ചരി അരച്ചെടുക്കേണ്ടത്. പച്ചരി ഞാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മതി, കൂടരുത്. അരച്ച് വെച്ച പച്ചരിയിലോട്ട് ഞാൻ കുറച്ച് ചോറ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വലിയ പാത്രത്തിലോട്ട് ഈ പച്ചരി അരച്ചത് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. നമ്മുടെ പച്ചരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒഴിക്കാം. കുറച്ചായിട്ടിട്ടാൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ഇടാം. ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നു. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് ഉള്ളിയും തേങ്ങാക്കൊത്തും മൂപ്പിച്ചെടുക്കാനുള്ള എണ്ണ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഉള്ളിയും തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നല്ലോണം തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് ഗോൾഡൻ കളറാണ് വരെ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത്തിരി കൂടി നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഉള്ളിയും തേങ്ങക്കൊത്തും മൂപ്പിച്ചത് നമുക്ക് ഈ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക.
ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് പുരട്ടണം. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച ഇത് നമുക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലോണം പൊങ്ങിയിട്ടും ഉണ്ട്. ഞാനിത് വെള്ളത്തിലല്ല വെച്ചിരിക്കുന്നത്, സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ്.